ജാസി ആഷി. കഴിഞ്ഞ ദിവസം ഞാൻ ഇവനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്യാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാസിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. ഏതാണ്ട് ഒരു വീഡിയോ കണ്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് തന്നെ ഇവൻ്റെ ഈ അഹങ്കാരമാണ്. പബ്ലിക്കിൽ വന്നിട്ട് ഇവൻ പറയുവാണ് റമദാൻ മാസമൊക്കെ വരുവാണ്. അപ്പോൾ ഇവൻ മറ്റുള്ളവരെ ഉപദേശിക്കുവാണ്, നിങ്ങളെയൊക്കെ ഹറാം പിറപ്പുകൾ മാറ്റി നിർത്തിയിട്ട് ഒരു മാസം നന്നാവാൻ നോക്കെന്ന് പറഞ്ഞിട്ട് ഇവനാണ് മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്. ആദ്യം നീ നന്നാവുക, അതാണ് വേണ്ടുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. സ്വയമേ നീ ഒന്ന് നന്നാവും, എന്നിട്ട് നീ മറ്റുള്ളവരെ പബ്ലിക്കിൽ വന്നിട്ട് മറ്റുള്ളവർ നന്നാവാൻ വേണ്ടിയിട്ട് നീ പറ. ആദ്യം നീയാണ് നന്നാവേണ്ടത്. അപ്പോൾ ഇവൻ കഴിഞ്ഞ ദിവസവും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പബ്ലിക്കിനകത്ത് വന്നിട്ട് മീഡിയാസിന് മുമ്പിലൊക്കെ വന്നിട്ട് റമദാനെ പറ്റിയിട്ടും ഒരുപാട് അങ്ങോട്ട് ഭയങ്കര അറിവിൻ്റെ നിറകുടം പോലെ സംസാരിക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് ഇത്രയും അറിവുള്ള നീ ഈ കോലം കെട്ടി ഈ പേക്കൂത്തും കാണിച്ചുകൊണ്ട് നീ പബ്ലിക്കിനകത്ത് നടക്കുന്നത്? എന്തുകൊണ്ട് നിന്റെ അറിവ് നിനക്ക് വേണ്ടിയിട്ട് നീ ഉപകരിക്കുന്നില്ല? നിനക്കറിയാവോ, ഇസ്ലാമിൽ രണ്ട് തരം ആൾക്കാരേ ഉള്ളൂ. ഒന്ന് സ്ത്രീയും ഒന്ന് പുരുഷനും. മൂന്നാമതായിട്ടുള്ള ആളായിട്ട് ജനങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇല്ല. പിന്നെ കുൻസ എന്ന് ഒരിതുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശിഖണ്ഡി എന്നൊക്കെ പറയുമല്ലോ, ജന്മന ഈ പറഞ്ഞിട്ടുള്ള ശാരീരികമായിട്ട് ലൈംഗികമായിട്ടുള്ള ഈ അവയവങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ അങ്ങനെ വരുന്നതുണ്ട്. അതും ഈ പറഞ്ഞിട്ടുള്ള ശാസ്ത്രക്രിയകൾ വഴി അത് ഭേദമാക്കാമേ ഉള്ളൂ. ഒന്നുകിൽ പൂർണ്ണമായിട്ടൊരു സ്ത്രീ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടൊരു പുരുഷൻ. അപ്പം ഇതിൽ രണ്ടിലും ഉൾപ്പെടാത്ത ഒന്നാണ് ഇപ്പം നീ ഈ വേഷം കെട്ടിക്കൊണ്ട് നടക്കുന്ന ഈ സാധനം. അത് നീ ആദ്യം മനസ്സിലാക്കുക. ഒരു സ്ത്രീ എത്രത്തോളം കിടന്ന് പരിശ്രമിച്ചാലും ആ സ്ത്രീയെ കൊണ്ട് പുരുഷനാവാൻ പറ്റത്തില്ല. ഒരു പുരുഷൻ എത്രത്തോളം കടന്ന് പരിശ്രമിച്ചാൽ പോലും ഒരു സ്ത്രീ ആവാനും പറ്റത്തില്ല. അപ്പം നീ ഇതിൽ കൂട്ടിക്കൊണ്ടിരിക്കുന്ന കോപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷനായിട്ടുള്ള നീ ഒരു സ്ത്രീ ആവുക എന്നുള്ളൊരു ലക്ഷ്യമല്ല. സ്ത്രീ ആണ് എന്ന് പറഞ്ഞ് പബ്ലിക്കിൽ വന്നിട്ട് റീച്ചിനും അതുപോലെ സോഷ്യൽ മീഡിയയിലെ വരുമാനത്തിനും പൈസയ്ക്കും വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായം നീ കഴിഞ്ഞ ദിവസം നിന്റെ വായിൽ നിന്ന് തന്നെ അത് വീണു. കാര്യം ഇത്രയും നാളും നീ ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന നീ കഴിഞ്ഞ ദിവസം നീ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞെന്താണ്? എനിക്ക് പുരുഷൻ്റെയും അതുപോലെ എനിക്ക് സ്ത്രീയുടെയും ഫീലിങ്സ് അറിയാൻ സാധിക്കുന്ന ഒരു ഭാഗ്യം ചെയ്ത ഒരു ജന്മമാണെന്നാണ് നീ പറയുന്നത്. എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ഫീലിങ്സ് ഒരു പുരുഷന് അറിയാൻ സാധിക്കുന്നത്? ഒരിക്കലും അറിയാൻ സാധിക്കത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. നിനക്ക് പ്രസവത്തിൻ്റെ വേദന നിനക്കറിയാവോ? അറിയാമെങ്കിൽ പറയാം. സ്ത്രീയുടെ ഫീലിങ്സ് എന്താണെന്ന് നിനക്ക് പ്രസവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് കേൾക്കുന്ന ഓഡിയൻസ് അല്ലെങ്കിൽ അത് കേൾക്കുന്ന ജനങ്ങൾ അത് വിശ്വസിച്ചേനെ. പീരീഡ്സിൻ്റെ വേദന അറിയാവോ? നിനക്ക് പീരീഡ്സ് ആവുന്നുണ്ടോ? എൻ്റെ ഒരു ചോദ്യമാണ്. നീ പറഞ്ഞല്ലോ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഫീലിങ്സ്. പുരുഷൻ്റെ ഫീലിങ്സ് ഓക്കെ, നീ പുരുഷനായതുകൊണ്ട് നിനക്ക് അറിയാൻ പറ്റും. പക്ഷെ സ്ത്രീയുടെ ഫീലിങ്സ് നിനക്ക് എങ്ങനെ അറിയാൻ പറ്റും? നിനക്ക് പീരീഡ്സ് ആവുന്ന ഒരാളാണോ നീ? പീരീഡ്സ് ആവുന്ന ഒരാളാണെന്നോ അല്ലയോ നീ ഒന്ന് പറയണം. നിനക്ക് സ്ത്രീയുടെ ഫീലിങ്സ് അറിയാമെന്നല്ലേ പറയുന്നത്? സ്ത്രീകൾക്ക് പീരീഡ്സ് ആവുന്നുണ്ട്. ആ പീരീഡ്സിൻ്റെ വേദന അത് പറയാൻ പറ്റാത്ത വേദനയാണ്. അത് ഒരു സ്ത്രീക്ക് മാത്രമേ അതിൻ്റെ ഫീലിങ്സ്, അതിൻ്റെ വേദന മനസ്സിലാവൂ. പിന്നെ പ്രസവ വേദന, നീ ഒരു പുരുഷനാണ്, അപ്പം നിനക്ക് സ്ത്രീയുടെ വേദനയായിട്ടുള്ള പ്രസവ വേദന എങ്ങനെയാണ് നിനക്ക് അറിയാൻ പറ്റുന്നത്? അപ്പോൾ വെറുതെ അവിടെ ഇവിടെ വന്നിട്ട് ചുമ്മാ ഉണ്ടല്ലോ വായ്ത്താളം അടിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? നീ കഴിഞ്ഞ ഒരു സമയം വരെ നീ താടിയും വെച്ച് മീശയും വെച്ചാണ് നീ നടന്നത്. ഇപ്പോഴാണ് നീ പൂർണ്ണമായിട്ട് ക്ലീൻ ഷേവ് ചെയ്ത് നടക്കുന്നത്. എത്രത്തോളം നീ എങ്ങനെയൊക്കെ ഷേവ് ചെയ്തും എത്രത്തോളം ക്ലീൻ ഷേവ് നടന്നാലും ഒരു ആണ് ഒരിക്കലും പെണ്ണിലോട്ട് വരത്തില്ല, പെണ്ണ് ആണിലോട്ടും വരത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഈ 10ഉം 12ഉം ശാസ്ത്രക്രിയ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു പുരുഷന് ഒരു സ്ത്രീ ആവാൻ പറ്റുമോ? ഒരു സ്ത്രീ ആവണമെങ്കിൽ പ്രസവിച്ച് കാണിക്കണം. അതാണ് വേണ്ടുന്നത്. ഓക്കെ, എന്തായാലും ഞാനിവിടെ നമ്മുടെ താത്താടെ വീഡിയോ ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. എനിക്ക് പുരുഷൻ്റെയും അതുപോലെ സ്ത്രീയുടെയും ഫീലിങ്സ് അറിയാമെന്ന് പറയുന്നത് നമ്മളെ ജാസി താത്താടെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഒരു ഭാഗ്യം എന്നറിയോ, എനിക്കൊരു ആണുങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. എന്റെ വലിയ ഇതുണ്ട്. എനിക്കൊരു ആൺകുട്ടിയുടെ ഫീലിങ്സും അറിയാം, ഒരു പെൺകുട്ടിയുടെ ഫീലിങ്സും അറിയാം. കാരണം ഒരു ആൺകുട്ടിയുടെ മനസ്സ് എത്രത്തോളം അത് ചിന്തിക്കും, അല്ലെങ്കിൽ പെൺകുട്ടി എത്രത്തോളം അത് ചിന്തിക്കുന്നുള്ള ഒരു കഴിവ്, അതൊരു ഭാഗ്യമാണ്. ഞങ്ങൾ പോലത്തെ ആൾക്കാർക്ക് മാത്രമല്ല ഭാഗ്യം കിട്ടിയത്.
ഒരു ജീവിതത്തിൽ ആണായിട്ടും പെണ്ണായിട്ടും ജീവിക്കാൻ പറ്റുന്നത് ഞങ്ങളെ പോലത്തെ ആൾക്കാർക്കല്ലേ. അപ്പൊ അതൊരു ഭയങ്കര ഭാഗ്യമാണ്. നിങ്ങൾ ഇങ്ങനെ 9 ചാന്തുപൊട്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴും നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഒരു ആണിന് സാർ എടുത്ത് ഫുൾ ടൈം നിൽക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ സർജറി ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ ലൈഫിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്റെ ലൈഫിൽ പ്രൗഡാണ്. കണ്ടല്ലോ, കഴിഞ്ഞ ദിവസം വരെയും അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെയും ഇവർ സ്ത്രീയാണ് പൂർണ്ണമായിട്ട് ഞാൻ സർജറി ചെയ്തു സ്ത്രീയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരിപ്പം പറയുകയാണ് എനിക്ക് പുരുഷനായിട്ടും എനിക്ക് സ്ത്രീയായിട്ടും എനിക്ക് ജനിക്കാൻ പറ്റിയത് എനിക്ക് ഭാഗ്യമാണെന്നാണ് പറയുന്നത്. ആദ്യം നീ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കി ജാസി, നീ ഉറച്ചു നിൽക്കി. ഒന്നുകിൽ പുരുഷനായിട്ട് ഉറച്ചു നിൽക്കുക, അല്ലെങ്കിൽ സ്ത്രീയായിട്ട് ഉറച്ചു നിൽക്കുക. നിനക്ക് വേണ്ടുന്നത് വേറൊന്നുമല്ല. നിനക്ക് വേണ്ടുന്നത് നീ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണുമോ എത്രയും പെട്ടെന്ന്. പോയി കണ്ടിട്ട് നിൻ്റെ അസുഖം നീ അവിടെ പറഞ്ഞ് ഭേദമാക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ നീ ശാസ്ത്രക്രിയ ചെയ്യാനും നീ വേറെ ഒന്നിനും നീ പോയി സമയം കളഞ്ഞ് പൈസ ചിലവാക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് വന്നേക്കുവാണ്. ഇത് ട്രെൻഡായിട്ട് വന്നേക്കുവാണ്. 12, 30, 40 സർജറി ചെയ്ത് 10, 40 ലക്ഷം രൂപ കൊടുത്ത് സർജറി ചെയ്ത് സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനും ഇത് കോലത്തരങ്ങളൊക്കെ കാണിക്കുന്ന ട്രെൻഡായിട്ട് വന്നേക്കുവാണ്. മനസ്സിലാവും? ഇതുപോലെ എന്തെങ്കിലും ഈ നമ്മുടെ ഹോർമോണിൻ്റെ ഇതിൽ എന്തെങ്കിലും ചിലപ്പം ചെറിയ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഒന്നുകിൽ സ്ത്രീകളുടെ ഹോർമോണിനകത്തോ പുരുഷന്മാരുടെ ഹോർമോണിനകത്തോ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ കാണാം. അത് ചികിത്സിച്ച് ഭേദമാക്കാന്നേ ഉള്ളൂ. ഇത് വലിയ അസുഖമൊന്നുമല്ല. ഇത് സ്റ്റാർട്ടിങ്ങിൽ എന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, അല്ലേ? പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ സ്ത്രീകൾക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ പുരുഷന്മാരുടെ പുരുഷന്മാരുടെ ഈ പറഞ്ഞിട്ടുള്ള താടി വളരുക, മുടി വളരുക, ഡീപ്പ് സൗണ്ട് ആവുക, സൗണ്ടിലുള്ള വ്യത്യാസം, ഇതൊക്കെ എങ്ങനെയാണെങ്കിലും ടെസ്റ്റോസ്റ്ററോൺ പുരുഷ ഹോർമോൺ സ്ത്രീകളിലേക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഒരു മാറ്റം ഉണ്ടാകും. അതുപോലെയാണ് സ്ത്രീകളുടെ ഹോർമോൺ ഈസ്ട്രജൻ പുരുഷന്മാരിലേക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ ആ പുരുഷന്മാരിലും സ്ത്രീകളുടെ ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പ്രകടമാകും. അപ്പം അങ്ങനെ ട്രീറ്റ്മെൻ്റ് എടുത്ത ഒരു പുരുഷന് ഒരിക്കലും സ്ത്രീ ആവാൻ സാധിക്കത്തില്ല പൂർണ്ണമായിട്ടും. ഒരു പുരുഷന് സ്ത്രീയും ആവാൻ സാധിക്കത്തില്ല, സ്ത്രീക്ക് പുരുഷനും ആവാൻ സാധിക്കത്തില്ല. അത് ആദ്യം മനസ്സിലാക്കുക. എണായിട്ട് വേണമെന്നാ ഉറപ്പായിട്ടും പറയും. എനിക്ക് ഇനി എത്രയൊക്കെ ലൈഫ് ഉണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ ആഷിനെ പോലെ സപ്പോർട്ടിങ് ഹസ്ബൻഡിനെ കിട്ടാൻ ഭയങ്കര ഭാഗ്യം ചെയ്യണം. കാരണം ആഷി നോർമൽ പേഴ്സൺ ആണ്. ഇപ്പൊ ചിലർ പറയും ആഷി ബൈസെക്ഷൽ ആണ്, കാരണം ആഷി നിന്റെ കൂടെ ഒരിക്കലും അല്ല. ആഷി സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. ആ പേഴ്സൺ എന്റെ കൂടെ നിൽക്കുന്നത് ഞാൻ കൊടുക്കുന്ന സ്നേഹവും ഞാൻ കൊടുക്കുന്ന ഇഷ്ടം കൊണ്ടാണ് എന്റെ കൂടെ നിൽക്കുന്നത്. നേരെ പക്ഷെ ആഷി എന്റെ പാർട്ണർ അല്ലാന്നുണ്ടെങ്കിൽ ആഷി വേറെ എവിടെയെങ്കിലും ഒരു കല്യാണം വെച്ചിട്ട് പെൺകുട്ടിയെ കല്യാണം വെച്ച് കുടുംബമായി ജീവിക്കും. ആരെങ്കിലും ആഷിക്ക് ഇതേപോലെ കമന്റ് ഇടും കൊണ്ടാന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇടില്ല. എന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ആഷിക്ക് ആ ഒരു പേരും കൂടി വരുന്നത്. അപ്പൊ അത്രയും അവഗണനയും പരിഹാസം സഹിച്ചിട്ട് ഇത്രയും ആൾക്കാർ മുമ്പിൽ എന്റെ പെണ്ണാണ് ഇപ്പോഴും നിങ്ങളുടെ എന്താ പറയുന്നത് എന്റെ പെണ്ണ് എന്ന് പറഞ്ഞത് അല്ലേ? എന്റെ പെണ്ണാന്ന് പറഞ്ഞ് നടക്കുന്ന ആഷിയാണ് യഥാർത്ഥ ഹീറോ. അങ്ങനെ ഭയങ്കര കുറവാണ് സത്യല്ലേ? കാരണം നിങ്ങൾ ആലോചിച്ചോക്ക് അല്ല ആരോടൊന്ന് ആലോചിച്ചോക്ക്. ഇവന്റെ വായിൽ തന്നെ വീണു. മറ്റവൻ ആഷി എന്ന് പറയുന്ന അവൻ ഇവന്റെ പുറകെ നടക്കുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ചിന് വേണ്ടിയിട്ടും ഫെയിമിന് വേണ്ടിയിട്ടും. കാരണം ഇവൻ ഓൾറെഡി എന്തൊക്കെയോ വന്ന് കോപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടി, കുറച്ച് സാരി കൊടുത്ത്, കുറച്ച് ചുരിദാർ വിട്ട്, വയറ്റിനകത്ത് കുറച്ച് ഡമ്മി എടുത്ത് വെച്ച് കൂത്താടി നടക്കുമ്പോഴത്തേക്ക് ഇവൻ്റെ വീഡിയോ കാണാനും ഇവൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇവനെ 10 തെറി വിളിക്കാനും ഷെയർ ചെയ്യാനും കുറച്ച് ആളുകളുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ ഇവൻ്റെ പിറവെ നടന്നു കഴിഞ്ഞാൽ അവനിക്കൂടെ റീച്ച് കിട്ടും എന്ന് ഇവൻ തന്നെ ഇപ്പം ഇവൻ്റെ വായിൽ തന്നെ വീണേക്കുവാണ്. മനസ്സിലായോ? അപ്പോൾ ഇവൻ്റെ കൂടെ നടക്കുന്നതുകൊണ്ടാണ് അവനെ 10 പേര് അറിയുന്നതും ഒരു കമൻറ്റെങ്കിലും അവൻ്റെ പേരിൽ വരുന്നതെന്നാണ് പറയുന്നത്. വേറെ ഏതെങ്കിലും സ്ത്രീകളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചാണെങ്കിൽ ഒരു മനുഷ്യനും അറിയത്തില്ലെന്നാണ് ഇപ്പം പറഞ്ഞേക്കുന്നത്. അപ്പം മനസ്സിലായല്ലോ, റീച്ചിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന്. അല്ലാതെ സ്ത്രീ ആവാനോ അല്ലെങ്കിൽ പുരുഷനാവാനോ ഉള്ള പരിപാടിക്കല്ല. റീച്ച് മുഖ്യം ബിഗിലേ. റീച്ചാണ് മുഖ്യം. അതിലൂടെ കിട്ടുന്ന പൈസ മുഖ്യം. അതാണ്. പിന്നെ പറഞ്ഞല്ലോ ആഷിയാണ് എൻ്റെ ഹീറോ എന്ന്. എവിടുത്തെ ഹീറോ? നിന്റെ പുറവേ നിന്റെ മൂടും താങ്ങി നടക്കുന്ന ഇവനാണോ ഹീറോ? സത്യം പറഞ്ഞാൽ ഇവനിക്കൊരു നാഷണൽ അവാർഡ് കൊടുക്കണം. അതാണ് വേണ്ടുന്നത്. ഇവൻ്റെ ഉമ്മാടെയൊക്കെ കണ്ണീരും കരച്ചിലൊക്കെ നമ്മൾ കണ്ടയാണ് ഒരു 2 മാസം മുമ്പേ അല്ലേ? ആ ഉമ്മ അവിടെ കിടന്ന് കരയുവാണ്. ഇവനെ എങ്ങനെയെങ്കിലും നീ ഒന്ന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട്. അവൻ്റെ ജീവിതം നീയോ തൊലഞ്ഞ് തരിപ്പണമായി നിന്റെ ജീവിതവും നശിച്ച്, നീ അവൻ്റെ ജീവിതം കൂടെ പിന്നെ എന്തിനാണ് നശിക്കാൻ നിന്നത്? നീ അവൻ്റെ തകർന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഈ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അറിയാം നിന്റെ പുറകെയാണ് അവൻ നടക്കുന്നതെന്ന്. ഓക്കെ, ഇനി വേറൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചുതരാം, അതും കൂടെ ഒന്ന് കണ്ടു. ഓക്കെ.
എല്ലാരും ഇങ്ങനെ ജാസിയെ കുറ്റം പറയില്ലേ? ഞാനപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ. പിന്നെ എല്ലാരും ഇങ്ങനെ ജാസിയെ കുറ്റം പറയില്ലേ? ഞാനപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ എത്ര സ്ത്രീകൾ നിന്നാലും ജാസി ട്രാൻസ് ആണ്, ഒരു സ്ത്രീയിലേക്ക് മാറിയ ആളാണ്. പക്ഷേ ജാസിയുടെ അടുത്തുനിന്ന് സ്ത്രീകൾ അങ്ങോട്ട് നീങ്ങി നിൽക്കണം ജാസിയുടെ സൗന്ദര്യത്തിൽ, അല്ലേ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കാണുന്ന മനുഷ്യരൊക്കെ കണ്ണുപൊട്ടന്മാരാണെന്ന് എനിക്കറിയില്ല. ശരിക്കും സ്ത്രീകൾ മാറി നിൽക്കും. അത്രയ്ക്ക് സുന്ദരിയായിട്ടാണ് ജാസി വരുന്നതും. ജാസിയുടെ ഡ്രസ്സിന്റെ സെലക്ഷൻ ആണെങ്കിലും ഓർണമെന്റ്സിന്റെ ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ശരിക്കും ഞാനൊക്കെ സ്ത്രീ എന്ന നിലയ്ക്ക് ഞാനൊക്കെ മാറി നിൽക്കും. ജാസി ഒരു സ്ത്രീ. അങ്ങനെയല്ല, എനിക്ക് പേഴ്സണലി നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാരെ ഒരുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അണിഞ്ഞൊരുങ്ങി നടക്കാനും നല്ല ഡ്രസ്സ് നടക്കാനും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അത് എന്റെ കണ്ണാടിയിൽ എനിക്ക് എന്റെ സൗന്ദര്യം ഞാൻ ഒരുപാട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും അവരുടെ സൗന്ദര്യം ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകണം. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തായാലും നമ്മളത് ഈ ഒരു സമയത്തും ഈ ഒരു പ്രായത്തിലൊക്കെ നമുക്കത് ഇടാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കത് അയ്യോ ആ സമയത്ത് എനിക്ക് ഇടാൻ പറ്റില്ലല്ലോ എന്ന് തോന്നി നമുക്ക് വരരുത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പേഴ്സണലി ഇത് ആരാ പറയുന്നതെന്ന് കണ്ടല്ലോ. അതിന് നിങ്ങളെയൊക്കെ ആരാണ് സ്ത്രീകളെ കൂട്ടത്തിൽ, സ്ത്രീകളെ തലത്തിൽ നിങ്ങളെയൊക്കെ കൂട്ടുന്നത്? ആരാണ് കൂട്ടുന്നത്? അങ്ങനെ കൂട്ടുന്നവനെ വേണം മടൽ വെട്ടിയടിക്കാൻ. നിങ്ങളെന്നും സ്ത്രീയുടെ കണത്തിലൊന്നും ആരും ഇവിടെ പെടുത്തുന്നില്ല. അതാദ്യം മനസ്സിലാക്കുക. സ്ത്രീകളെ അടുത്ത് വന്ന് നിൽക്കാൻ പോലുള്ള അർഹതയില്ലെന്ന്. സ്ത്രീകൾക്ക് പോലും അപമാനമാണ് നിങ്ങൾ രണ്ടും. അതാദ്യം മനസ്സിലാക്കുക. എന്തായാലും ഇതുപോലെയുള്ള ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും ആളുകളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇവരെയൊക്കെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഇവരൊക്കെ ഇൻഫ്ലുവൻസർമാരാണെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ഓരോ പേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ആ പേജിനകത്ത് ഇടുന്ന കോപ്രായങ്ങൾക്ക് ലൈക്ക് കൊടുക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കുറച്ച് ആളുകളുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ കുറേ ആളുകളുണ്ടല്ലോ. ഇവർക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് തലയ്ക്ക് ഇത് വയ്ക്കുന്നത്? എന്തായാലും നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഈ ജാസിയെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ഉറപ്പായിട്ട് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.